അടിമ സ്ത്രീയുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ അള്ളാഹു. അള്ളാഹു ഒരു ധാർമ്മിക നിയമം കൊടുക്കുകയാണ്. എന്താണ്? പ്രിസണേഴ്സ് ഓഫ് വാർ, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ അവരെ ലൈംഗിക വേഴ്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ, അവരെ ബലാത്സംഗം ചെയ്യുമ്പോൾ കോയിറ്റസ് ഇന്ററപ്റ്റസിന്റെ ആവശ്യമില്ല. കാരണം പുരുഷ ജനിതക ദ്രവ്യമായിട്ടുള്ള ശുക്ലം അകത്ത് ചെന്നാൽ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ. കാരണം ജനിക്കാനുള്ള ആത്മാവുകളുടെ കാര്യമൊക്കെ അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ബലാത്സംഗം അല്ല എന്നാണ് ഈ ഇസ്ലാമിസ്റ്റുകളൊക്കെ പൊതുവെ പറയുക. എന്തുകൊണ്ടാണ്? ഈ പിടിക്കപ്പെട്ട സ്ത്രീകളുടെ ഭർത്താക്കന്മാരുണ്ട്, പക്ഷേ ഭർത്താക്കന്മാരെയും ഈ ഭാര്യമാരെയും വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ഈ ലൈംഗിക വേഴ്ച ഏർപ്പെടാനായിട്ട് അവർ തടവുകാരായിരിക്കാൻ പറ്റില്ല. അപ്പൊ സ്ത്രീകൾക്കും ലൈംഗിക ആഗ്രഹം ഉണ്ടാകാമല്ലോ. അപ്പൊ അത് നിവർത്തിച്ചു കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു ചോദ്യം സാധാരണ ഇസ്ലാമിക ധാർമ്മികതയുടെ വക്താക്കൾ മുന്നോട്ട് വയ്ക്കാറ്. അടിമ സ്ത്രീയുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കുക. അടിമ സ്ത്രീയും ഒരു സ്ത്രീയാണ്. അടിമ സ്ത്രീക്കും ലൈംഗികതയുണ്ട്.